ഉറക്കപ്പറ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ പാപ്പി കുഞ്ഞിയും. ഇത് നമ്മള് പെൻഡാമേനിക്കല്ലേ അവിടെ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് വന്നേക്കാട്ടോ. മൊത്തം കിച്ചൺ ഐറ്റംസ് ആണ്. എന്തൊക്കെ കിട്ടുന്ന അറിയില്ല, കുറേ ലിസ്റ്റൊക്കെ ഉണ്ട്. കിട്ടുമെന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പം വീഡിയോ ആണോ? ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അന്നാലൂമിനിയത്തിന്റെ ഒരു ഷോപ്പിലേക്കാണ്. ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടി മേടിക്കാന്നായിരുന്നു ലക്ഷ്യം. എന്തായാലും ചെന്നപ്പോൾ തന്നെ കിട്ടിയിട്ടോ. പിന്നീട് ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഒന്നും അവിടെ കിട്ടുന്നതായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ കടയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും കാക്കായി അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ അങ്ങോട്ട് ഞങ്ങളൊരു 3-4 ഷോപ്പിലെങ്കിലും കയറിയിട്ടോ. ഇതേപോലെ പാത്രങ്ങൾ തന്നെയുള്ള ഷോപ്പുകളിൽ കയറിയിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസ് പകുതി കിട്ടിയിട്ടില്ലേ. പകുതി എന്നല്ല, ഒന്നും തന്നെ കിട്ടിയില്ല. നമ്മൾ പറയുന്ന ബ്രാൻഡ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല മിക്ക കടകളിലും 1-2 ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, 1-2 ബ്രാൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മേടിച്ച് ചീഞ്ചട്ടി എടുത്ത് തലയിൽ വെച്ചിട്ട് മഴ കൊള്ളാണ്ട് പോണേട്ടാ കാക്ക. അതുകൊണ്ടൊരു ഉപകാരപ്പെട്ടില്ലേ, മഴ കൊള്ളാണ്ട് പോകാൻ പറ്റില്ലേ ചീഞ്ചട്ടി അടിച്ചിട്ട്. ഇക്കടയിലിരിക്കുന്ന ഈ ബാസ്ക്കറ്റ് കണ്ടോ, ഇതിന്റെ റേറ്റ് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അത് അവിടെ വെച്ചിട്ട് പോന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ നിരാശയായി പോയേ. സാധനങ്ങൾ അത്യാവശ്യം ലാഭത്തിനെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഒന്നും കിട്ടാണ്ടായപ്പം എനിക്ക് വല്ലാത്ത വിഷമമായി പോയിട്ടോ. അവസാനം എൻ്റെ ലിസ്റ്റിലുള്ള ഒരു 75% സാധനങ്ങളിലും കിട്ടിയ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഈ ഷോപ്പ് എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് വേണ്ട അധികം സാധനങ്ങളും പർച്ചേസ് ചെയ്തിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പായിരുന്നു. കാരണം സ്റ്റീലിന്റെ തന്നെ ഷോപ്പാണെങ്കിലും അത്യാവശ്യം നല്ല എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് ആ മഴയൊക്കെ നനഞ്ഞ് നടന്ന് പല ഷോപ്പിലൂടെ കയറിയിട്ടും സാധനങ്ങളൊന്നും കിട്ടാണ്ടായപ്പോൾ ഭയങ്കര വിഷമമായി പോയായിരുന്നു. എന്തായാലും ആ വിഷമമൊക്കെ മാറിയത് ഈ ഷോപ്പിൽ കയറിയപ്പോഴാണ് കേട്ടോ. പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല, അകത്തേക്ക് നല്ല വിശാലമായ ഷോപ്പാണ്. ഞാൻ ഇടിയപ്പം മേക്കർ മേടിച്ചപ്പോൾ അതെങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നേ. അപ്പൊ ആ ചേട്ടനൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തന്നേ. പുറത്ത് നല്ല മഴ, ചായയും പൊറോട്ടയും അല്ലേ? ചായയും പൊറോട്ട മാത്രമോ? ഉജീനി വന്ന് പൊറോട്ടയും മുട്ടക്കറിയും ചായയും. പുറത്ത് നല്ല മഴയും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കിച്ചണിൽ വെക്കാൻ ഒരു ചെറിയ ക്ലോക്ക് മേടിക്കാനാണ് കേട്ടോ. ഈ കാണുന്ന വൈറ്റ് ക്ലോക്ക് ഇല്ലേ, സിൽവർ കളർ വർക്കൊക്കെ ഉള്ള, അതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ക്ലോക്കാണ് കിട്ടിയത്. ഈ കാണുന്ന ക്ലോക്കുകളൊക്കെ ഇല്ലേ, കിളി പുറത്തേക്ക് തലനീട്ടി കരയുന്ന ആ ക്ലോക്ക്, പണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു കേട്ടോ അതുപോലെ ഒരു ക്ലോക്ക് മേടിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ അതിന്റെ റേറ്റ് കേട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന അവസ്ഥയായേ. 25,000 രൂപയായിരുന്നു അതിന്റെ റേറ്റ്. പലർക്കും അറിയായിരിക്കും, എനിക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. എന്തായാലും ആ സ്വപ്നം തന്നെ ഉപേക്ഷിച്ച് ഞാനിങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പെൻഡാമേനകയിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കായീസിൽ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പൊറോട്ടയും മുട്ടയൊക്കെ ഇക്കാക്ക മാത്രമാണ് തട്ടിയുള്ളൂ. അതുകൊണ്ട് ഇക്കാക്കാക്ക് വലിയ വിശപ്പൊന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു ബിരിയാണി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കായീസിൽ ബിരിയാണി കഴിക്കാൻ കയറി. ജാനകിയമ്മയുടെ സൗണ്ടി പഠിക്കേ, അതൊക്കെ പോസ് ചെയ്തിട്ടൊന്ന് പഠിക്കണം. ആ പാട്ട് പാടിക്കാക്ക അറിയാല. ഈ പഠിക്ക്. നിന്റെ പൂമനമിതരുകിൽ നിന്റെ കുഞ്ഞു മനമൊരുകിൽ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എറണാകുളത്ത്
പെൻഡാമേനകെ പോയി മേടിച്ച സാധനങ്ങള്. ഫസ്റ്റ് തന്നെ കിച്ചണിലോട്ടാണ് എല്ലാ ഐറ്റംസും മേടിച്ചേക്കുന്നത്. ഇത് ഏറ്റവും ലാസ്റ്റ് മേടിച്ച സാധനം, എന്നാലും ഫസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും പൊട്ടിച്ചിട്ടും കൂടി ഇല്ല. ഒരു കത്തിയും കൂടെ എടുക്കായിരുന്നു പൊട്ടിക്കാൻ. ഓക്കെ, വേണ്ട സാരില്ല. ഓക്കെയാണ്. ഫസ്റ്റ് ക്ലോക്ക്. ഇത് അത്യാവശ്യമാണല്ലോ, നമുക്ക് സമയം നോക്കാൻ. എനിക്ക് ഭയങ്കര അത്യാവശ്യം. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും ഫുഡ് ഉണ്ടാക്കല്, പിള്ളേരെ റെഡിയാക്കല്, എല്ലാത്തിനും വേണ്ടിയിട്ട് സമയം നോക്കാൻ ഒരു ക്ലോക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഞങ്ങള് കിച്ചണിൽ വെക്കാനുള്ള ക്ലോക്ക് ഇട്ടാ. അപ്പൊ കിച്ചണിലായതുകൊണ്ട് വലിയത് വേണ്ടല്ലോ, അപ്പൊ ഒരെണ്ണം ചെറുത് മേടിച്ചു. അടുത്തത് മേടിച്ചത് അപ്പച്ചട്ടിയാണ്. ഞങ്ങളുടെ അപ്പച്ചട്ടി 2 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണത്തിന്റെ പിടിയൊക്കെ പോയി. പിന്നെ ഒരെണ്ണത്തിന്റെ ഫുള്ള് ഇങ്ങനെ ഈ നോൺ സ്റ്റിക്കിന്റെ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം ഒരഞ്ഞൊക്കെ പോയായിരുന്നു. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് അപ്പം പരത്തിയാണ് ചുട്ടുകൊണ്ടിരുന്നത്. ഈ ദോശ ചുടുന്ന പാത്രത്തിൽ പരത്തിയിട്ടിട്ട് എനിക്ക് അപ്പം ചുടണ പോലെ തന്നെ നമുക്കിങ്ങനെ വെള്ളയപ്പം ചുടണ ഇങ്ങനെ വീശി അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി മേടിച്ച്. ഇത് ഓക്കെ പ്രീമിയം കുക്ക് വെയർ എന്ന് പറയുന്നൊരു കമ്പനിയാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പനി, ഇത് കുറെ വർഷങ്ങളായിട്ടുള്ളതെന്ന് പറഞ്ഞ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ മേടിച്ചത്. ആദ്യമായിട്ടാണ് ഇവരുടെ പ്രൊഡക്റ്റ് മേടിക്കണത്. ഇതിന്റെ കൂടെ ഒരു മരത്തിന്റെ ഒരു കയ്യില്, പിന്നെന്താണ്, മരത്തിന്റെ ചട്ടകം, പിന്നെ ഒരു സംഭവം പാത്രം കഴുകണ സാധനം, അത് ഫ്രീ ആയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഇതിനകത്ത് 1045 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെയായിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു. ഇതിന് 275 രൂപ അങ്ങനെ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ ക്ലോക്കിന്. പിന്നെ അടുത്ത ഐറ്റം ഞാൻ കുറെ നാളുകളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്ന സാമാനം. ഇവിടെ ഇരിക്കുന്ന പണ്ടത്തെ സാധനമായിട്ട് ഈ കറക്കി എന്റെ കൈ ഭയങ്കര വേദനയാണ്. കുറെ കറക്കി ലാസ്റ്റ് മതിയാകുമ്പോൾ ഞാൻ കുറെ നാളത്തിന് ഇടിയപ്പം ഉണ്ടാക്കൂല. അങ്ങനെ കുറെ നാളായിട്ട് ഇടിയപ്പം ഉണ്ടാക്കൽ നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പുതിയത് ഇതിങ്ങനെ നമ്മളെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എത്ര നാള് നിൽക്കുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. സംഭവം ഇങ്ങനെ അതാണ് കേട്ടോ ഇടിയപ്പത്തിന്റെ അച്ചും സാധനങ്ങളെല്ലാം കൂടെ. പിന്നെ മേടിച്ചത് മറ്റേ നമ്മുടെ കോഫി മഗ്സ് ഒക്കെ ഇല്ലേ, കപ്പുകളൊക്കെ, ചായക്കപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. ഇത് സ്റ്റീലിന്റെ സ്റ്റാൻഡ് കേട്ടോ, സാധാ പോലത്തെ സ്റ്റാൻഡ്. പിന്നെ മേടിച്ചത് ഒരു ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടി. ഇത് പിന്നെ അതിന്റെ പിന്നെ 2 സ്പൂണും മേടിച്ചു കേട്ടോ. ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടി വലുതാണ്. ഇവിടെ 2 എണ്ണം ഇരിപ്പുണ്ട്. 2ഉം ഭയങ്കര വലുതാണ്. അപ്പൊ ഇതാകുമ്പോൾ കുറച്ച് അത്യാവശ്യം തോരൻ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാലോ. അതിന് വേണ്ടിയിട്ട് ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടി 2 സ്പൂണും മേടിച്ചു. സ്പൂണ് സ്റ്റീലിന്റെ ആണ് കേട്ടോ. പിന്നെ ഒരു ചായയുടെ അരിപ്പ, അതൊക്കെ അരിപ്പയൊക്കെ 2 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ നാൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു ചീത്തയാവുമല്ലോ. അപ്പൊ അങ്ങനെ മേടിച്ചത്. ഇത് 1555 രൂപയായിട്ടാ. ഇതാണ് ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പുതിയത് മേടിച്ച. ഇപ്പൊ ദോശ ചുടുന്നതൊക്കെ തന്നെ പോയി, കുറെ കാലമായിട്ട് യൂസ് ചെയ്ത് പോയിരിക്കുവായിരുന്നു. അപ്പൊ അത് മേടിച്ചു. ഇതെല്ലാം നോൺ സ്റ്റിക്ക് ആണ്. പിന്നെ ഇത് 2070 രൂപയായ. ഇത് നമുക്ക് ചിക്കൻ വറക്കാനും മീൻ വറക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം വലുതാ മേടിച്ചത്. എന്നുവെച്ചാൽ കുറച്ചീച്ചായിട്ടൊന്നും ഇവിടെ വറക്കാറില്ല, കുറച്ചധികമാണ് വറക്കാറ്. അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും ചെറുതായിട്ട് ഗ്രേവിയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കാമല്ലോ. അപ്പൊ അത്യാവശ്യം വലുതല്ലേ മേടിച്ചതിന്റെ കൂടെ തന്നെ കൂടിയുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ് പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് മേടിച്ചേട്ടോ. പിന്നെ മേടിച്ചത് ഒന്ന് നോക്കിക്കോളൂ, ഇങ്ങനത്തെ ഒരു വലിയ ബേസൺ. ഇത് ഞാൻ 4 എണ്ണം മേടിച്ച പ്ലാസ്റ്റിക്കിന്റെ ബേസൺ. അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ 2 ട്രേ 2 എണ്ണം മേടിച്ചു. ട്രേക്ക് 40 രൂപ വെച്ചങ്ങണ്ടാണ് ആയത്. ബേസണ് 100 രൂപ വെച്ച് 4 ബേസണ് 400 രൂപ കേട്ടോ. അങ്ങനെയാണ് മേടിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് വുഡന്റെ ഐറ്റംസ്, അതേപോലെ തന്നെ ഈ സെറാമിക് ജാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയപ്പം ഞാൻ ഓൺലൈനിൽ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കാളും ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. പെൻഡാമേനകിൽ ഞാൻ നോക്കിയപ്പോൾ കുറെ റേറ്റ് കൂടുതലായിരുന്നു. ഇപ്പം 2 എണ്ണമൊക്കെ 350 രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ അവിടെ ഒരെണ്ണത്തിന് തന്നെ 200 രൂപ. അപ്പൊ എന്നാലും 400 രൂപ അല്ലെങ്കിൽ 250, 500 രൂപ ആ ഒരു റേഞ്ച് ഒക്കെ വരും 2 എണ്ണം മേടിക്കുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ നോക്കിയപ്പം അതിനേക്കാളും ലാഭം
ഓൺലൈനിലാണ്. പിന്നെ ക്വാളിറ്റിയുടെ ഇത് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതേവരെ ഓൺലൈനിൽ ജാസ് ഒന്നും മേടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ എന്താ ഈ വുഡൻ ഐറ്റംസും മേടിച്ചിട്ടില്ല. വുഡൻ ഐറ്റംസ് കുറച്ച് 1-2 ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സ്റ്റാൻഡുകളൊക്കെ വുഡന്റെ സ്റ്റാൻഡുകളൊക്കെ നോക്കിയപ്പം റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിക്കണ്ടെന്ന് വെച്ചു, ഓൺലൈനിൽ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ഇനി കിച്ചണൊക്കെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പർച്ചേസിങ്ങും പിന്നെ ഞങ്ങളുടെ കറക്കവും അതേപോലെ ഈ സാധനങ്ങൾ മേടിച്ചതും എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.